നമ്മൾ ഫോണിൽ സ്ക്രോൾ ചെയ്യുമ്പോഴോ ചാനലുകൾ മാറ്റുമ്പോഴോ സ്ഥിരമായി കേൾക്കുന്ന ഒരു വാക്കുണ്ട്, AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ലോകം മുഴുവൻ ഇതിന്റെ പുറകെയാണ്. വലിയ സാങ്കേതിക വിപ്ലവം നടക്കാൻ പോകുന്നു എന്നെല്ലാവരും പറയാറുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്ത നമ്മുടെ ചിന്തകളെ മുഴുവൻ മാറ്റിമറിക്കുന്ന ഒന്നാണ്. ഇക്കണോമിക് ടൈംസ് മെയ് 31 പുറത്തുവിട്ട ആ റിപ്പോർട്ടിലെ തലക്കെട്ട് തന്നെ ഇതായിരുന്നു: ഇൻസൈൻ ബബിൾ ആൻഡ് ബിഗർ ദാൻ 1999. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ ടെക് കമ്പനികളിലൊന്നായ സോഹോയുടെ സ്ഥാപകൻ ശ്രീധർ വെമ്പു നൽകിയ ഒരു കടുത്ത മുന്നറിയിപ്പാണ് ഈ വാർത്ത. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ AI മുന്നേറ്റം വെറും ഒരു സാമ്പത്തിക കുമിള മാത്രമാണ്. 1999 ലോകത്തെ പിടിച്ചുകൊലിക്കുക .com ക്രാഷിനേക്കാൾ വലിയൊരു തകർച്ചയിലേക്കാണ് നമ്മൾ പോകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു സാധാരണ മലയാളിക്ക് ഇതെങ്ങനെ ബാധകമാകും എന്ന് ചിന്തിക്കാൻ വരട്ടെ. നമ്മുടെ നാട്ടിലെ ഇൻഫോ പാർക്കിലും ടെക്നോ പാർക്കിലും ജോലി ചെയ്യുന്ന IT ജീവനക്കാരുടെ തൊഴിൽ സുരക്ഷ മുതൽ നിങ്ങൾ മാസം തോറും അടയ്ക്കുന്ന മ്യൂച്വൽ ഫണ്ട്, SIP വരെയുള്ള കാര്യങ്ങളെ ബാധിക്കുന്ന വലിയൊരു കളിയാണ് അണിയറയിൽ നടക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്താണ് ഫിനാൻഷ്യൽ ബബിൾ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒരു സാധനത്തിന്റെ യഥാർത്ഥ മൂല്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത അതിന്റെ വില വെറും പ്രതീക്ഷകളുടെ പുറത്ത് മാത്രം ആകാശത്തോളം ഉയരുന്ന അവസ്ഥയാണിത്. പഴയ .com കാലത്ത് പേരിന്റെ കൂടെ .com ചേർത്താൽ ഏത് കമ്പനികളുടെയും ഷെയർ വില ഇരട്ടിയാകുമായിരുന്നു. ഇന്ന് ഇതേ കാര്യം AI എന്ന പേരിൽ നടക്കുന്നുണ്ട്. ശ്രീധർ വെമ്പു ചൂണ്ടിക്കാണിക്കുന്നത് ഒരു പ്രധാന കണക്കാണ്. ആഗോള ടെക് ഭീമനായ എൻവിഡിയ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് അവരുടെ ആകെ വരുമാനത്തിന്റെ അഥവാ സെയിൽസിന്റെ 20 ഇരട്ടി വിലയിലാണ്. മൈക്രോസോഫ്റ്റും ആപ്പിളും 10ഉം 11ഉം ഇരട്ടിയിലാണ് വിൽക്കുന്നത്. ഒരു കമ്പനി അതിന്റെ വരുമാനത്തിന്റെ 10 ഇരട്ടി വിലയിൽ വിൽക്കപ്പെടണമെങ്കിൽ അടുത്ത 10 വർഷത്തേക്ക് ആ കമ്പനിക്ക് വരുന്ന ലാഭം മുഴുവൻ പൈസയും ഡിവിഡൻഡായി നിക്ഷേപകർക്ക് നൽകേണ്ടി വരും. അതായത് ശമ്പളം കൊടുക്കാൻ പണമില്ല, കറണ്ട് ബില്ല് അടയ്ക്കാൻ പണമില്ല, നികുതി കൊടുക്കാൻ പോലും പണമില്ല. ഇതൊരു അസാധ്യമായ കാര്യമാണ്. എന്നിട്ട് നമ്മൾ സാധാരണക്കാർ ഗ്ലോബൽ ഇൻഡെക്സ് ഫണ്ടുകൾ വഴി ഈ കമ്പനികളിൽ പണം നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് കോർപ്പറേറ്റുകളുടെ ഒരു മാന്ത്രിക കണ്ണാടി കളി നടക്കുന്നത്. കമ്പനി A എന്ന് പറയുന്ന ഒരു ക്ലൗഡ് കമ്പനി B എന്ന ഒരു AI സ്റ്റാർട്ടപ്പിന് വലിയ തുക നിക്ഷേപമായി നൽകുന്നു. പക്ഷെ കരാറിലെ നിബന്ധന എന്താണെന്നോ? ഈ പണം ഉപയോഗിച്ച് കമ്പനി Aയുടെ പക്കൽ നിന്ന് തന്നെ ക്ലൗഡ് സെർവറുകൾ വാടകയ്ക്ക് എടുക്കണം. പേപ്പറിൽ നോക്കുമ്പോൾ സ്റ്റാർട്ടപ്പിന് വലിയ നിക്ഷേപം കിട്ടി, ക്ലൗഡ് കമ്പനിക്ക് വലിയ ബിസിനസ് നടന്നു. നമ്മൾ തോൽക്കുന്നത് ഇവിടെയാണ്. സ്വന്തം പോക്കറ്റിലെ പണം എടുത്ത് മറു പോക്കറ്റിലിട്ട് ലാഭമാണെന്ന് വരുത്തി തീർക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ആൽഫബൈറ്റും ആമസോണും ഈ വർഷം ആദ്യ പാദത്തിൽ വലിയ ലാഭമാണ് കാണിച്ചത്. പക്ഷെ അവരുടെ ഫ്രീ ക്യാഷ് ഫ്ലോ, അതായത് കയ്യിലിരിക്കുന്ന യഥാർത്ഥ പണം കുറയുകയാണ് ചെയ്തത്. കാരണം AIക്ക് വേണ്ട ഭീമൻ ഡാറ്റാ സെന്ററുകൾ പണിയാൻ അവർ കോടികൾ ഒഴുക്കുകയാണ്. ഒരു വശത്ത് വിപണിയിൽ റെക്കോർഡ് ലാഭം കാണിക്കുമ്പോഴും ജീവനക്കാരെ പിരിച്ചുവിടുന്നതും തുടരുകയാണ്. ഗ്ലോബൽ ഡാറ്റ പ്രകാരം ഈ വർഷം മാത്രം 1,00,000-ലധികം ടെക് ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. മുൻപൊക്കെ പലിശ നിരക്ക് കൂടിയതിനോ പണപ്പെരുപ്പത്തിനോ ആയിരുന്നു കമ്പനികൾ കുറ്റം പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ പകുതിയോളം ലേ ഓഫുകളും നടക്കുന്നത് AI ഓട്ടോമേഷൻ കാരണമാണ്. മെറ്റ അവരുടെ 10% ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടത്. ഒരു സാധാരണ മലയാളി കുടുംബം കടം വാങ്ങിയും ലോൺ എടുത്തും കുട്ടികളെ എഞ്ചിനീയറിംഗിന് അയക്കുന്നത് ഈ IT മേഖല ലക്ഷ്യം വെച്ചാണ്. എന്നാൽ ഇന്ന് കോഡിംഗ് മാത്രം അറിയാവുന്ന ഒരു ഫ്രഷർക്ക് ജോലി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം സാധാരണ കോഡിംഗ് ജോലികൾ AI ടൂളുകൾ വളരെ എളുപ്പത്തിൽ ചെയ്യുന്നുണ്ട്. ഇനി ഈ ബബിൾ പൊട്ടിയാൽ സാധാരണക്കാരെ എങ്ങനെ ബാധിക്കും? നമ്മൾ വിചാരിക്കും നമുക്ക് അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയർ ഇല്ലല്ലോ എന്ന്. പക്ഷെ ഓർക്കുക, നിങ്ങൾ മാസം തോറും അടയ്ക്കുന്ന മ്യൂച്വൽ ഫണ്ടുകൾ ലിങ്ക് ചെയ്തിരിക്കുന്നത് ഈ വലിയ മാർക്കറ്റുകളോടാണ്. ആഗോളതലത്തിൽ ഒരു തകർച്ചയുണ്ടായാൽ ഇന്ത്യൻ വിപണിയും താഴേക്ക് പോകും. നമ്മുടെ കുട്ടികളുടെ കല്യാണത്തിനോ വീട് പണിക്കോ ഒക്കെ വേണ്ടി മാറ്റിവെച്ച SIP പണത്തിന്റെ മൂല്യം ഒറ്റ രാത്രി കൊണ്ട് കുറയാം. രണ്ടാമത്, IT മേഖലയിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അത് കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ്, കാർ വിപണി, ഹോട്ടൽ ബിസിനസ് എന്നിവരെയെല്ലാം ബാധിക്കും. IT പാർക്കുകൾക്ക് ചുറ്റുമുള്ള പ്രാദേശിക സമ്പദ് വ്യവസ്ഥ സ്തംഭിക്കും. ഒടുവിൽ ലക്ഷക്കണക്കിന് ബിരുദധാരികളായ യുവാക്കൾക്ക് ജോലിയില്ലാത്ത അവസ്ഥ വരും. വായ്പ തിരിച്ചടയ്ക്കാൻ കുടുംബങ്ങൾ ബുദ്ധിമുട്ടും. ഇതൊരു ഭയപ്പെടുത്തലല്ല, മറിച്ച് വിപണിയിലെ യാഥാർത്ഥ്യമാണ്. ഇന്റർനെറ്റ് വന്നപ്പോഴും ഇതുപോലെ ഒരു ബബിൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഗൂഗിളും ആമസോണും ഒക്കെ ശക്തമായി ഉയർന്നു വന്നത്. ഒരു മികച്ച സാങ്കേതിക വിദ്യ തന്നെയാണ്, അത് നാളെയും നിലനിൽക്കും. പക്ഷെ അതിനു ചുറ്റുമുള്ള ഒരു സാമ്പത്തിക പുകമറ വിട്ടുപോകും. അതുകൊണ്ട് ഒരു പുതിയ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴോ നിങ്ങളുടെ സമ്പാദ്യം മാറ്റി നിക്ഷേപിക്കുമ്പോഴോ വെറും ട്രെൻഡിന് പുറകെ പോകാതെ യഥാർത്ഥ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കുക. ഇതൊരു നിക്ഷേപ അഡ്വൈസ് അല്ല. നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുൻപ് ഒരു സാമ്പത്തിക വിദഗ്ധനുമായി സംസാരിക്കുക. Yeah.